ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദർസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ റക്അത്തിൽ ഇമാം റുക്കൂഇലുള്ളപ്പോഴാണ് എനിക്ക് നിസ്കാരത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. അപ്പോൾ ചില സഹോദരങ്ങൾ ആ സമയത്ത് വരികയും ഇമാം റുക്കൂഇലുള്ളപ്പോൾ അവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അതിനുശേഷം റുക്കൂഇലേക്ക് പോയി. ഇമാം റുക്കൂഇലുള്ള സാഹചര്യത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അവർ കൈകെട്ടിയതിനു ശേഷമാണ് റുക്കൂഇലേക്ക് പോയത്. നമ്മൾ ഈ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാം റുക്കൂഇലാണെങ്കിൽ അല്ലെങ്കിൽ ഇമാം സുജൂദിലോ അങ്ങനെ ഖിയാമിലല്ലാതെ വേറെ ഏത് അവസ്ഥയിലാണെങ്കിലും അവിടെ നമ്മൾ കൈകെട്ടേണ്ടതില്ല. ഇമാം റുക്കൂഇലാണെങ്കിൽ നേരെ മസ്ജിദിൽ പ്രവേശിക്കുക, സ്വഫിൽ നിൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുക, വീണ്ടും റുക്കൂഇന്റെ അല്ലാഹു അക്ബർ എന്ന് പറയുക, റുക്കൂഇലേക്ക് പോവുക. അതല്ലാതെ നിന്നതിന് ശേഷം കൈകെട്ടേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. അവിടെ തക്ബീറത്തുൽ ഇഹ്റാം മാത്രമേ ഉള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറയണം, അത് റുക്നാണ്. അത് ഒഴിവാക്കിയാൽ റക്അത്ത് ബാത്തിലാകും. പക്ഷേ അവിടെ കൈകെട്ടേണ്ടതില്ല. നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാം റുക്കൂഇലാണെങ്കിൽ അവിടെ നിൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുക, അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാം, അതിനുശേഷം റുക്കൂഇലേക്ക് പോകുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുക, നേരെ റുക്കൂഇലേക്ക് പോവുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവിടെ കൈകെട്ടേണ്ടതില്ല. അവിടെ ഒന്നിക്കൽ ഒരു തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് റുക്കൂഇലേക്ക് പോകാം, അല്ലെങ്കിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അല്ലാഹു അക്ബർ പറഞ്ഞതിന് ശേഷം റുക്കൂഇലേക്ക് പോകാം. രണ്ടും അനുവദനീയാണ്. മനസ്സിലായ? രണ്ട് രൂപം. ഇമാം റുക്കൂഇലാണ്, നമ്മൾ സഫിൽ നിന്നു, അവിടെ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ അവിടെ നിന്നതിന് ശേഷം ഒരു തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നേരെ റുക്കൂഇലേക്ക് പോകാം. അതാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഫത്വ. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നതിന് ശേഷം അല്ലാഹു അക്ബർ പറയുക, അതിനുശേഷം റുക്കൂഇലേക്ക് പോകുന്ന അല്ലാഹു അക്ബർ രണ്ടാമത് പറയുക, അങ്ങനെ റുക്കൂഇലേക്ക് പ്രവേശിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ കൈകെട്ടേണ്ടതില്ല. അത് സുന്നത്തല്ല. പല ആൾക്കാരും ഇന്ന് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് ശരിയല്ല. നമ്മളിവിടെ വായിക്കുന്നത് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാമാണ്. ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം നൽകേണ്ട ഇബാദത്തുകളിൽ മറ്റൊരാൾക്ക് പങ്ക് നൽകൽ, അള്ളാഹുവിന് തുല്യരായി മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ വേറെ ആൾക്കാർക്ക് നൽകൽ. അതാണ് ഒന്നാമതായി നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഇവിടെ ശൈഖ് പറയുന്നു, അസ്സാനി മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസാഇത യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസാഇത, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും തനിക്കുമിടയിൽ മധ്യസ്ഥരെ സ്വീകരിക്കലാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രണ്ടാമത്തെ കാര്യമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹുവിനും അടിമക്കിടയിലും ഒരു മധ്യസ്ഥനെ സ്വീകരിക്കലാണ്. യദ്ഉഹും, ആ മധ്യസ്ഥരോട് എന്നിട്ട് ദുആ ചെയ്യുന്നു. വയസ്അലുഹുമു ശഫാഅ, ആ മധ്യസ്ഥരോട് അതിനുശേഷം ശുപാർശ ചോദിക്കുന്നു. വയതവക്കലു അലൈഹിം, ആ മധ്യസ്ഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർ കഫറ ഇജ്മാഅൻ, അയാൾ കാഫിറാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ടാവാൻ, അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെ അതിനിടയിൽ ഒരാളെ വെക്കുകയും അയാളോട് പ്രാർത്ഥിക്കുകയും അയാളോട് ശുപാർശ ചോദിക്കുകയും അതുപോലെ തന്നെ അയാളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്താണ്? കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ശരിക്കും വേർതിരിക്കണം. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം ഇടയാളനായിട്ട് വെച്ച് അള്ളാഹുവിനോട് ചോദിക്കലാണ്. ഇവിടെ ഇടയാളനായിട്ട് വെച്ചിട്ട് അയാളോട് തന്നെ ദുആ ചെയ്യുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുപ്പിക്കാൻ.
മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മെ അടുപ്പിക്കാൻ ഒരു ഇടയാളനെ വെക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ശുപാർശ ആവശ്യപ്പെടുകയും അവരിൽ വരമേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിനെ ബാത്തുലാക്കുന്ന ഷിർക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യവും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നാമതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഷിർക്കിന്റെ ഒരു ഇനമാണ്. പക്ഷേ അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം, പല ആൾക്കാർക്കും ഈ വിഷയത്തിൽ വീഴ്ചകൾ വരുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ തന്നെ പല ആൾക്കാർക്കും ആ വിഷയത്തിൽ വീഴ്ച വരുന്നത് കൊണ്ടാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അപ്പൊ ഈ ആദ്യം അതിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കുക, ആ മസ്അലയുടെ രൂപം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തനിക്കും അല്ലാഹുവിനുമിടയിൽ മധ്യസ്ഥരെ വെക്കുകയും അവരോട് ദുആ ചെയ്യുകയും അവരിൽ ബരമേൽപ്പിക്കുകയും അവരോട് ശുപാർശ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉലമാക്കളുടെ ഇജ്മാഅ് ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, അല്ലാഹു നമ്മോട് കൽപ്പിച്ചത് എന്താണ്? അവനോട് ദുആ ചെയ്യാനാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഗാഫിറിൽ അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനം, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അവരോട് എന്ത് പറയുക? ഞാൻ അടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ആര് ദുആ ചെയ്യുന്നു അവർക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനത്തിൽ പറഞ്ഞു. അല്ലാഹു എന്താണ് അവന്റെ അടിയാറുകളോട് പറയുന്നത്? നമ്മളോട് എല്ലാവരോടും അല്ലാഹു പറയുന്നത് എന്താണ്? എന്നോട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അല്ലാഹു ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഉറച്ച വിശ്വാസത്തിൽ ഒരു വ്യക്തി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ സത്യസന്ധമായി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുആക്ക് ഉത്തരം നൽകും. ഇതാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം. നമ്മൾക്കൊരു ആവശ്യം വന്നാൽ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടാൽ ആരോടാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അതിനിടയിൽ ഒരു മധ്യസ്ഥനെ വെക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിനിടയിൽ ഒരു ആളെ വെച്ചുകൊണ്ട് അയാളിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറയുക, അയാൾ അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പറയുക, അതിന്റെ ആവശ്യം നമുക്കില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ദുആയെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു, വഹുവൽ മുജീബു യഖൂലു മൻ യദ്ഉ ഉജീബുഹു അനൽ മുജീബു ലികുല്ലി മൻ നാദാനി വഹുവൽ മുജീബു ലിദഅവതിൽ മുൽതറി ഇദ് യദ്ഉഹു ഫീ സിർരിൻ വഫീ ഇഅലാനി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന എന്താണ്? എന്നോട് ആര് ദുആ ചെയ്യുന്നുവോ അവർക്ക് ഞാൻ ഉത്തരം നൽകും. ഏത് പ്രയാസമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സന്തോഷത്തിന്റെ അവസരത്തിലാണെങ്കിലും നമ്മൾ ആരോടാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അവനോട് നേരിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് അല്ലാഹുവിലേക്ക് ചോദിക്കാൻ, ഒരു കാര്യം അല്ലാഹുവിനോട് പറയാൻ അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ശുപാർശകന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പറയാം. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്താണ് ഈ വിഷയത്തിൽ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം? മക്ക മുശ്രിക്കീങ്ങൾ എന്താ ചെയ്തത്? സഹോദരങ്ങളെ, മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി വന്ന മക്കയിലെ കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടി ചില മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരിൽ ബരമേൽപ്പിക്കുകയും അവരോട് ശുപാർശ ആവശ്യപ്പെടുകയും ചെയ്തു. മക്കയിലെ കാഫിര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അവരെ അടുപ്പിക്കാൻ ചില മധ്യസ്ഥരെ സ്വീകരിച്ചു. അള്ളാഹുമായിട്ട് അടുപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അതല്ലാതെ
അവരാരാധിച്ചിരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ സ്വന്തമായിട്ട് അതിനൊരു കഴിവുണ്ടെന്നോ സ്വന്തമായിട്ട് അതിന് സഹായിക്കാൻ വേണ്ടി ശേഷിയുണ്ടെന്നോ ഒരിക്കലും മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാദം പറയുമ്പോൾ സൂറത്തു സുമറിലെ 3-ാം വചനത്തിൽ പറയുന്നു, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ, അല്ലാഹുവിന് പുറമെ സഹായികളെ സ്വീകരിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ സഹായികളെ സ്വീകരിച്ചവർ അവരെന്താണ് പറയുന്നത്? മാ നഅബുദുഹും, നമ്മൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ അള്ളാഹുവിലേക്ക് ഘട്ടം ഘട്ടമായി നമ്മെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്. അതല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വന്തമായി കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നില്ല. മക്ക മുശ്രിക്കീങ്ങളെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ തംലികുഹു ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് അവരാരാധിച്ചുകൊണ്ടിരുന്ന ലാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, മനാത്തയാവട്ടെ, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവട്ടെ, അവരാരെയൊക്കെ ആരാധിച്ചിരുന്നുവോ അതിന് സ്വന്തമായിട്ട് കഴിവില്ല. മറിച്ച് അവരതിനെയൊക്കെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിൽ ഈ ഒരു വാദം ആരെങ്കിലും പറയുന്നുണ്ടോ? പല ആൾക്കാരും ഇതേ വാദമാണ് പറയുന്നത്. ഇതേ വാദമാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പറയുന്നത്. ഇപ്പൊ സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരാധിക്കുന്ന ആ വ്യക്തികൾ അല്ലെങ്കിൽ അവരാരാധിച്ചു കൊണ്ടിരുന്ന ആ വസ്തുക്കൾ അവർ റബ്ബാണെന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവരൊരു വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ ഈ വിഗ്രഹമാണ് റബ്ബ്, ഈ വിഗ്രഹമാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത്, ഈ വിഗ്രഹമാണ് എനിക്ക് റിസ്ക് നൽകുന്നത്, അതൊരിക്കലും മക്കയിലെ കാഫിര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതുപോലെ തന്നെ എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പറയാം. സൂറത്തുൽ അൻകബൂത്തിൽ 61-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഇൻ സഅൽതഹും. ശരിക്കും ചിന്തിക്കുക, ശരിക്കും എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക. അള്ളാഹു പറയുന്നു, വലഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ. ആരോട്? മക്കയിലെ കാഫിരീങ്ങളോട്. ലാത്തയെയും മനാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്ന, അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ കോപിക്കുന്ന മക്കയിലെ കാഫിരീങ്ങളോട് താങ്കൾ ചോദിക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്? വസഖറ ശംസ വൽ ഖമർ, ചന്ദ്രനെയും സൂര്യനെയും നിയന്ത്രിക്കുന്നതാരാണ്? ലയഖൂലുന്ന അല്ലാഹ്, അവരെല്ലാവരും പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന കാര്യത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവർ വിശ്വസിച്ചിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളെ പടച്ചവൻ. അവർ പറഞ്ഞിരുന്നു അള്ളാഹുവാണ് ഭൂമിയെ പടച്ചവൻ. അവർ വിശ്വസിച്ചിരുന്നു ചന്ദ്രനെയും സൂര്യനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇത് മാത്രമോ? സൂറത്തുൽ അൻകബൂത്ത് 63-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, വലഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ, ഫഅഹ്യാ ബിഹിൽ അർദ്, അത് മുഖേന ഭൂമിയിൽ സസ്യലതാദികളൊക്കെ ഉണ്ടാവാൻ ആരാണ് കാരണം എന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് മാത്രമല്ല, മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയുന്നത് പോലെ തങ്ങളുടെ കഴിവ് കൊണ്ട് മഴ പെയ്തു എന്നാരും പറയുന്നില്ല. മക്കയിലെ കാഫിര്യങ്ങൾ പോലും അങ്ങനെ പറയാറില്ല. മക്കയിലെ കാഫിര്യങ്ങൾ എന്താണ് പറയാറ്? മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ ഖുൽ, പ്രവാചകരെ അവരോട് ചോദിക്കുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, ഈ ലോകത്തുള്ള എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? എല്ലാത്തിന്റെയും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? സയഖൂലൂന അല്ലാഹ്. സൂറത്തുൽ മുഅ്മിനൂൻ 84 മുതൽ 89 വരെയുള്ള വചനങ്ങളിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അവർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അവർ പറയും. ഇതാണ് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നതും അവർക്ക് വെള്ളം നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ടും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അവർ കാഫിരീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശക്തമായി എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശത്രുവായി പ്രഖ്യാപിച്ചു. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞത്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവരും തമ്മിൽ
അവർക്ക് നേരിട്ട് ബന്ധമില്ലാതെ ചില മധ്യസ്ഥന്മാരെ വെക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ എല്ലാ റുബൂബിയത്തും അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ചില സൃഷ്ടികളോട് അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കണമെന്ന പേരിൽ അവർ ദുആ ചെയ്തു, അവരോട് ശുപാർശ ആവശ്യപ്പെട്ടു. ഇതാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറയും, റിഫാഇ ഷേഖെ കാക്കണേ എന്ന് പറയും. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേര് വിളിച്ച് അവരോട് സഹായം ആവശ്യപ്പെടുന്നവർ. അവർ ചിന്തിക്കുക, ഇവർ പല ആൾക്കാരും പറയുന്നത് എന്താണ്? നമ്മൾ അവര് റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി താരതമ്യം ചെയ്യുക, മക്കയിലെ കാഫിര്യങ്ങളുടെ വിശ്വാസവും ഈ വിശ്വാസവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? മക്കയിലെ കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവുമായിട്ട് അവരെ അടുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ വിഗ്രഹങ്ങളിലേക്കും പുണ്യ പുരുഷന്മാരിലേക്കും പോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ആരാധിച്ചു. ഇബ്രാഹിം നബി എന്നുള്ളത് ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹത്വമുള്ളതിൽ രണ്ടാമത്തെ വ്യക്തിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ അംബിയാക്കളിൽ ഏറ്റവും സ്ഥാനമായിരിക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. ഈ ഇബ്രാഹിം നബി അവർ ആരാധിച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം ഇബ്രാഹിം നബി റബ്ബാണ് എന്നാണോ? അല്ല, മറിച്ച് ഇബ്രാഹിം നബി അവർ ആരാധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവുമായിട്ട് നമുക്ക് സാമീപ്യം ഉണ്ടാക്കാൻ, അവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് ദുആ ചെയ്യുന്നത് എന്നാണ് മക്കയിലെ കാഫിര്യങ്ങൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറയുന്നവർ, അത് മുഹീദ്ദീൻ ഷേഖിനോട് ദുആയാണ്, അവരല്ല എന്ന് പറഞ്ഞാലും അവിടെ വ്യക്തമായ ദുആയാണ്. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അല്ലാഹു മുഹീദ്ദീൻ ഷേഖെ, അവിടെ മുഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നവർ സഹോദരങ്ങളെ, അത് പ്രാർത്ഥനയാണ്, അത് ദുആയാണ്. അതിന് ചില ആൾക്കാർ പറയുന്ന ന്യായീകരണം എന്താണ്? നമ്മൾ പാപികളാണ്, നമ്മൾ എങ്ങനെയാണ് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുക? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഷേഖിനോട് അല്ലെങ്കിൽ ഒരു വലിയനോട് ഒരു നബിയിനോട് നമ്മൾ പറയും, അതല്ലാതെ നേരിട്ട് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് അർഹതയില്ല, ഇങ്ങനെ വാദിക്കുന്ന ചിലർ. അതിനു പുറമെ അവരുടെ ചില പുസ്തകങ്ങളിൽ, നമ്മുടെ നാട്ടിലെ ചില സുന്നികൾ എന്ന് പറയുന്ന ആൾക്കാർ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞത് കേട്ടതല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ്. അവർ എഴുതി വെച്ച പുസ്തകങ്ങളാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. പ്രവാചകൻ പറഞ്ഞു, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിലുണ്ട്, അത് ഇബ്ലീസിന്റെ വാദമാണ്. പിന്നെ നമ്മൾ തിരിച്ചറിയുക, മക്കയിലെ കാഫിര്യങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ്? അത് തന്നെയല്ലേ വാസ്തവത്തിൽ മക്ക മുശ്രിക്കീങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളിൽ പല ആൾക്കാരോടും, ഈ ശിർക്ക് ചെയ്യുന്ന പലരോടും ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ പറയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് സമദാണെന്ന്, അവർക്ക് സമദീയത്ത് നമ്മൾ വിശ്വസിക്കുന്നില്ല, അവരാണ് റാസിഖ്, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. മക്കയിലെ മുശ്രിക്കീങ്ങളും അത് വിശ്വസിച്ചിട്ടില്ല. മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കാഫിര്യങ്ങൾക്ക് വരുന്ന എല്ലാ പ്രയാസവും നീക്കാൻ അവർക്ക് സാധിക്കുമെന്നോ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അവരുടെ വാദം എന്താണ്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുമായിട്ട് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഒരു കാര്യം ചെയ്യുന്നവർക്ക് നമ്മൾ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്നൊരു വ്യക്തി മനസ്സറിഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അവൻ പറയുന്നത് മുഹീദ്ദീൻ ഷേഖിന് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നല്ല, അവൻ പറയുന്നത് മുഹീദ്ദീൻ ഷേഖിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ല, മറിച്ച് എനിക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അർഹതയില്ല, ഞാൻ പാപിയാണ്, അതുകൊണ്ട് ഞാൻ മുഹീദ്ദീൻ ഷേഖിനോട് പറയും. മുഹീദ്ദീൻ ഷേഖ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. ആ ഒരു ധാരണയിൽ പോലും മുഹീദ്ദീൻ ഷേഖിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാകും? അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിൽ സത്യസന്ധമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരോട് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ പറയും നമ്മൾ അവരോട് ഇബാദത്തല്ല, നമ്മൾ ബറക്കത്തെടുക്കാണ്, അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും വേറെന്തെങ്കിലും ഖിദ്മത്താണ്, എന്തെങ്കിലും ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് അവർ പറയും. അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്. ഏത് പേരിട്ട് വിളിച്ചാലും, അതിനവർ ബറക്കത്ത് എന്ന് പേര് വെച്ചാലും വസീല എന്ന് പേര് വെച്ചാലും തവസ്സുൽ എന്ന് പേര് വെച്ചാലും ആ പേരിലല്ല, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, അവർ ചെയ്യുന്ന ആ പ്രവർത്തനം എന്താണ്.
മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന അതേ പ്രവർത്തനമല്ലേ മക്കയിലെ കാഫിര്യങ്ങൾ ചെയ്തതും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ നമുക്ക് പറഞ്ഞു തന്നത്. മക്കയിലെ കാഫിര്യങ്ങൾ ഓരോരോ വിഗ്രഹത്തോട് ആരാധന നടത്തുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഇവർ അള്ളാഹുമായിട്ട് നമ്മെ അടുപ്പിക്കും, നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല, അതുകൊണ്ട് നമ്മൾ ഈ വിഗ്രഹത്തിന്റെ അരികിൽ പോയി പറയും, ആ വിഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ഇബ്രാഹിം നബി അവർ ആരാധിച്ചിരുന്നു, നമ്മൾ ഇബ്രാഹിം നബിയോട് പറയും, ഇബ്രാഹിം നബി നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയും. ഇതേ വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും മമ്പുറം തങ്ങളുടെ വിഷയത്തിലും CM മടവൂറിന്റെ വിഷയത്തിലുമൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും, സുന്നികൾ എന്ന് പറയുന്ന പല സഹോദരങ്ങളും അല്ലെങ്കിൽ പല വ്യക്തികളും, അവർ ഈ ഒരു ശിർക്കിനേക്കാളും ഗൗരവപ്പെട്ടത് പോലും ചില സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. എന്താണത്? നമ്മൾ നേരത്തെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിലെയും മുഅ്മിനൂനിലെയും വചനങ്ങൾ ഓതി മക്കയിലെ കാഫിര്യങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വിശ്വസിച്ചത്? അള്ളാഹുവാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ സൂഫികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയുന്നവർ, അവരുടെ കിതാബുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കും, ലോകത്തെ നിയന്ത്രിക്കാൻ അവർക്ക് പ്രത്യേകമായ ചില പേരുകളും പ്രത്യേകമായ ചില ആൾക്കാരുമുണ്ട്. അവർ അതിന് പേര് വിളിക്കും. ഒന്ന് ഖുതുബ് എന്ന് പറയും, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഖുതുബ്. അത് പല ആൾക്കാരും പറയുന്നത് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഖുറാഫാത്തിന്റെ വാദവുമായി ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെ അവർ പറയുന്നതാണ്, ലോകത്തെ നിയന്ത്രിക്കാൻ 4 ഔതാദുകൾ ഉണ്ട് അത്രേ, 4 പ്രധാനപ്പെട്ട ആണികൾ എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ഔതാദുകളാണ്. അതുപോലെ തന്നെ ലോകത്തിന് 7 അബ്ദാലുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഇവിടെയുള്ള ഖുറാഫാത്തിന്റെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ നാട്ടിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയമാണ്. പല ആൾക്കാരും CM മടവൂരിനെയൊക്കെ ഇതിലൊരു വച്ചതായിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ലോകത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിക്കൊണ്ട് CM മടവൂർ എന്ന് പറയുന്ന ആ വ്യക്തിയൊക്കെ പല ആൾക്കാരും ഇന്ന് വെക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കീങ്ങളെക്കാളും കടുത്ത ശിർക്കാണ് ഈ വാദം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരിക്കലും ആകാശങ്ങളെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വലിയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിനോ ഏതെങ്കിലും ഒരു നബിക്കോ പങ്കുണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അവർ പറഞ്ഞത് എന്താണ്? ലോകത്തെ നിയന്ത്രിക്കുന്നതും അതിന്റെ ഉടമസ്ഥനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? നമുക്ക് ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആരോട് കാര്യങ്ങൾ പറയുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം കാര്യങ്ങൾ പറയുക. അവനുമായിട്ട് നമ്മുടെ മനസ്സിന് നല്ലൊരു അടുപ്പം ഉണ്ടാക്കുക. അള്ളാഹുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയാൽ ഏത് പ്രയാസം വന്നാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് അടുപ്പം ഉണ്ടാവുക? നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുക, അള്ളാഹുമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക. അതല്ലാതെ ഏത് കാര്യം വരുമ്പോഴും മുഹീദ്ദീൻ ഷേഖിന്റെ അരികിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ റിഫാഇ ഷേഖിനെ വിളിക്കുന്നവർ, അവർക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം മനസ്സിൽ നിലനിൽക്കുക? കാരണം അള്ളാഹു വിലക്കിയ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏത് ആവശ്യങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ മടക്കുക. അതല്ലാതെ ഇടയിൽ ഒരാളെ വെച്ച്, മധ്യസ്ഥരെ വെച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കെണിയാണ്. കാരണം മുസ്ലിം ഉമ്മത്തിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇതാണ് ഷിർക്ക് അല്ലെങ്കിൽ ഒരു ഷിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരാൾ കേൾക്കുകയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമാണ്. ഏതൊരു മുസ്ലിം ആവട്ടെ, നമ്മുടെ നാട്ടിലുള്ള സാധാരണ സുന്നികൾ എന്ന് പറയുന്നവരാണെങ്കിലും അവരോട് ഒരു ഷിർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് ഗൗരവമാണ്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ ഈ കിതാബിന്റെ ഷർഹിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ അരികിൽ പിശാച് വന്നിട്ട് ഷിർക്ക് ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സ് സമ്മതിക്കൂല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ച് ഇതാണ് നല്ലത് എന്ന് അവന്റെ ഭംഗിയുള്ള ഒരു രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവൻ അത് ചെയ്യും. അതിലൂടെ പിശാചിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ട് അടുക്കാൻ ഒരാളുടെയും ആവശ്യം അവനില്ല. നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം, നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ പറയാം. അതല്ലാതെ അതിനിടയിൽ ഒരു മധ്യസ്ഥനെ വെക്കുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരോട് ഈ വിഷയത്തിൽ സംസാരിച്ചാൽ അവർ പറയും, ഒരു രാജാവിന്റെ അരികിൽ നേരിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? അതിന് നമ്മൾ ഒരു മന്ത്രിയെ സ്വീകരിക്കേണ്ടി വരൂലേ? അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അരികിൽ നമ്മൾ ഡയറക്റ്റ് പോകാൻ പറ്റുമോ? ഒരു PA സ്വീകരിക്കേണ്ടി വരൂലേ? ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അള്ളാഹു എന്ന് പറയുന്നത് ഒരു മന്ത്രിയെ പോലെയാണോ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയാണോ?
അങ്ങനെയുള്ള തശ്ബീഹ് എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തതാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ അവർക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ അതാണ് അവരുടെ ദീന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ പ്രധാനമായും പറയുന്ന ഒരു തെളിവ് എന്താണ്? സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക, വബ്തഗു ഇലൈഹിൽ വസീല, അവനിലേക്ക് നിങ്ങൾ ഒരു വസീല സ്വീകരിക്കുക എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യമുണ്ടാവാൻ നിങ്ങളൊരു വസീല സ്വീകരിക്കുക, ഒരു മാർഗം സ്വീകരിക്കുക എന്നൊരു ആയത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. കറക്റ്റ് ആയത് മനസ്സിലാക്കുക. സൂറത്തു മാഇദയിലെ 35-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ അല്ലാഹുവുമായിട്ട് സാമീപ്യമുണ്ടാവാൻ, അല്ലെങ്കിൽ അല്ലാഹുവുമായിട്ട് അടുക്കാൻ നിങ്ങളൊരു മാർഗം സ്വീകരിക്കുക. ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാർ പറയും, ആ വസീലയാണ് ഔലിയാക്കന്മാർ, ആ വസീലയാണ് അംബിയാക്കൾ. വാസ്തവത്തിൽ എന്താണ് ഇവിടെ വസീല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവിലേക്ക് സാമീപ്യം ഉണ്ടാക്കാൻ നിങ്ങൾ വസീല സ്വീകരിക്കുക എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ വചനത്തിലെ വസീല എന്ന് പറയുന്ന വാക്കിന്റെ താല്പര്യം എന്താണ്? താബിഈയായ ഖതാദ ഇബ്നു ദിആമത്ത് അസ്സദൂസി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഐ തഖറബു ഇലൈഹി ബിതാഅതിഹി വൽ അമലി ബിമാ യുർദി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളും അവൻ തൃപ്തിപ്പെടുന്ന ആരാധനകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ സാമീപ്യമുണ്ടാക്കുക. ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ തഫ്സീർ കൊടുത്തതിന് ശേഷം, ഇതാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. ഇവിടെ വസീല കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഏതൊരു കാര്യവും അള്ളാഹു ഇഷ്ടപ്പെടാൻ എത്ര നിബന്ധനയാണ്? 2 നിബന്ധനയാണ്. ഏതൊരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാൻ 2 നിബന്ധനകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു വിഷയത്തിന്റെ ഗൗരവത്താൽ. 2 നിബന്ധനകളാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഒരു വ്യക്തി മഗ്രിബ് നിസ്കരിച്ചു, ഒരാൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾ അവനെ കണ്ട് വലിയ നിസ്കാരക്കാരനാണെന്ന് പറയാൻ, അവന്റെ ആ അമല് സഹീഹാണോ? അല്ല, ആ അമല് ബാത്തിലാണ്. കാരണം അവൻ അള്ളാഹുവിന് വേണ്ടിയല്ല ചെയ്തത്. രണ്ടാമത്തെ നിബന്ധന എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ല ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവന്റെ ആ ഇബാദത്ത് ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ല ഒരാൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവന്റെ ആ ഇബാദത്ത് ബാത്തിലാണ്, എത്ര സത്യസന്ധമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. ഏതാണ് ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഏതാനും ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഒരു സ്വഹാബി നടന്നു പോകുമ്പോൾ മസ്ജിദിൽ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടിയിരുന്നതായിട്ട് കണ്ടു. അവരെന്താ ചെയ്യുന്നത്? ഒരാൾ പറയുന്നു, സബ്ബിഹു മിഅ, നിങ്ങൾ 100 തവണ സുബ്ഹാനല്ലാഹ് പറയുക. കേൾക്കുന്ന ആൾക്കാരൊക്കെ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അതിനുശേഷം പറഞ്ഞു, ഹല്ലിലു മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. കേൾക്കുന്ന ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന ദിക്ർ ഹൽഖ, ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ദിക്ർ ഹൽഖ നടക്കുന്നതായി കണ്ടു. ആ സഹാബി കണ്ട ഉടൻ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അവർ ചെയ്യുന്നത് നല്ല കർമ്മമല്ലേ, ദിക്റാണ്. പക്ഷെ ആ സഹാബി ആശ്ചര്യപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നേരെ അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, പള്ളിയിൽ മോശമായ ഒരു കാര്യം ഞാൻ കണ്ടു. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് ആ കാര്യം? അദ്ദേഹം പറഞ്ഞു, ചില ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ കൂട്ടമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവർ ഇത്തരത്തിൽ ഒരാൾ പറയുന്നു 100 തവണ സുബ്ഹാനല്ലാഹ് പറ, എല്ലാവരും ഏറ്റു പറയുന്നു. ഒരാൾ പറയുന്നു 100 തവണ അൽഹംദുലില്ലാഹ് പറ, എല്ലാവരും ഏറ്റു പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരെ മസ്ജിദിലേക്ക് വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, മാ അറദ്ന ഇല്ലാ ഖൈറ. ഇബ്നു മസ്ഊദേ, നമ്മൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്ർ ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്, നന്മ അധികരിക്കാനാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു മോശമായ ഉദ്ദേശം അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോട് കൂടിയാണ് അവർ ആ കാര്യം ചെയ്യുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ നിന്ന് യഥാർത്ഥ ദീന് പഠിച്ച ആ സ്വഹാബി അവരോട് പറഞ്ഞത് എന്താ? ഉദ്ദു സയ്യിആതികും, നിങ്ങൾ ഈ ദിക്റുകൾ എണ്ണുന്നതിന് പകരം നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞു.
അവർ ചോദിച്ചു, നമ്മൾ നന്മയല്ലേ ചെയ്യുന്നത്, പിന്നെ എന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? ദിക്റുകളാണ് ചെല്ലുന്നത്, അതും ഇന്നത്തതുപോലെ ഉണ്ടാക്കിയ ദിക്റല്ല, അല്ലെങ്കിൽ സുന്നത്തിൽ വരാത്ത ദിക്റുകളല്ല, മറിച്ച് സുന്നത്തിൽ വന്നിരിക്കുന്ന ദിക്റുകൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ. എത്രയോ ആൾക്കാർ നന്മ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുന്നത് നന്മയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്ര വർഷം പ്രവാചകൻ നമുക്കിടയിൽ ജീവിച്ചിട്ടും ഒരു തവണ പോലും പ്രവാചകൻ ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മയും കൂട്ടിയിരുത്തി ദിക്റുകൾ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ദിക്റുകൾ ഇങ്ങനെ കൂട്ടമായിരുന്ന് ചെല്ലാൻ ഒരാൾ പറയുന്നു 100 തവണ പറ, അപ്പോൾ എല്ലാവരും ഏറ്റു പറയും, 100 തവണ പറ, അപ്പോൾ അതിനുശേഷമുള്ള ദിക്ർ ഏറ്റു പറയും. അങ്ങനെയുള്ള ഒരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അത് ശക്തമായിട്ട് എതിർത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തും ശരീഅത്ത് അംഗീകരിക്കണമെങ്കിൽ ഈ 2 നിബന്ധന നിർബന്ധമാണ്. അതുപോലെ തന്നെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഒരു ദിവസം അദ്ദേഹം മസ്ജിദിലേക്ക് പ്രവേശിച്ചു. മസ്ജിദിൽ അതാ അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു വ്യക്തി സുന്നത്ത് നിസ്കരിക്കും. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ എന്താണ് ഇപ്പോൾ നിസ്കരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 2 റക്അത്ത് സുന്നത്താണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള, ആരാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്? താബിഈങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ ഭർത്താവ്. അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, താങ്കൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, 2 റക്അത്ത് നിസ്കാരം. അദ്ദേഹം പറഞ്ഞു, ഇത് അനുവദനീയമല്ല. ആ വ്യക്തി ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കുവോ? ഇബ്നു മസ്ഊദ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരായി ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ശിക്ഷിക്കും. അതാണ് ഏതൊരു അമലിലും 2 കാര്യം വേണം. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അസ്ർ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ വിലക്കിയതാണ്. ആ വ്യക്തി പെട്ടെന്ന് ചോദിച്ചത് എന്താണ്? നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരോട് ചില ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പറയും, നമ്മൾ ഖുർആനല്ലേ ഓതുന്നേ, അതിനെന്തായാലും കുറ്റം കിട്ടൂലല്ലോ. കുറ്റം കിട്ടും. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ചെയ്തതുകൊണ്ട്. മരണ വീട്ടിലെത്തിയാൽ അവിടുന്ന് ഖുർആൻ ഓതുന്നു, അവിടെ നമ്മൾ പറയും അത് തെറ്റാണ്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ എതിർക്കുന്നത്? യാസീനല്ലേ ഓതുന്നത്, ഖുർആനല്ലേ, കൂലി കിട്ടൂലേ? ഇല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായതുകൊണ്ട് അവിടെ നമുക്ക് കുറ്റമാണ് ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സാമീപ്യമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അതല്ലാതെ ഈ ആയത്തിന്റെ താല്പര്യം ഒരിക്കലും ഏതെങ്കിലും ഒരു വലിയിലൂടെ അല്ലെങ്കിൽ നബിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സാമീപ്യമുണ്ടാക്കാനല്ല. അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് ആരാണ്? സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എത്ര വർഷം സഹാബികൾ ജീവിച്ചിട്ടുണ്ട്? അവസാനത്തെ സഹാബി ആരാണ് മരണപ്പെട്ടത് മദീനയിൽ വെച്ച്? ആരാണ്? അല്ല, ഹിജ്റ 110 ഏത് സഹാബിയാണ്? അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് അവസാനമായി മരണപ്പെട്ടത്. ഈ സഹാബിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എത്ര വർഷം ജീവിച്ചു? അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വഫാത്തിന് ശേഷം എത്ര വർഷം ജീവിച്ചു? ഒരു തവണയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യസ്ഥനായി വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു താബിഈ, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ഇമാമുമാർ, ഇമാം ഷാഫിഈ ഒരു തവണയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എനിക്ക് നേരിട്ട് ചോദിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഒരു മധ്യസ്ഥനെ വെച്ച സംഭവം ഒരു സംഭവത്തിൽ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവുമായിട്ട് നമുക്ക് അടുക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ പറയാം. അതിനുശേഷം ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതിനെ കൂടെ പറഞ്ഞു, യസ്അലുഹുമുശ് ശഫാഅ, അള്ളാഹുവിനും തനിക്കുമിടയിൽ ഒരാളെ വെക്കുകയും അയാളോട് ശുപാർശ ചോദിക്കുകയും ചെയ്യുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം ഷഫാഅത്ത് എന്നുള്ളത്, ശുപാർശ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തുന്ന കാര്യമാണ്. ഷഫാഅത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് കൊടുക്കാൻ ആ ശഫാഅത്തിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്താണ് തെളിവ്? ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ,
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലില്ലാഹി ശഫാഅതു ജമീഅൻ, എല്ലാ ശുപാർശയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഉടമപ്പെടുത്തുന്നത്. ശഫാഅത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷേ ചില നിബന്ധനകളോടുകൂടി അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൽകാൻ സാധിക്കും. ഇത് പക്ഷെ അതിന്റെ ഉടമസ്ഥൻ ഞാനാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നവൻ അവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നബിമാർ ഷഫാഅത്ത് ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും, ഈ ഉമ്മത്തിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ ഷഫാഅത്ത് ചെയ്യും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആർക്കാണ് ഷഫാഅത്ത് ലഭിക്കുക? ഷഫാഅത്ത് ലഭിക്കുക ആർക്കാണ്? ശിർക്ക് ചെയ്യാത്തവർക്ക്. ശിർക്ക് ചെയ്യാത്തവർക്ക്. അപ്പോൾ അല്ലാഹുമായിട്ട് സാമീപ്യം ഉണ്ടാവാൻ ഏതെങ്കിലും ഒരു മധ്യസ്ഥരെ വെക്കുകയും അവരോട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? അവനെ ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടാനുള്ള മാർഗമാണ് അവൻ അടച്ചു കളയുന്നത്. ശിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ അവന് വേണ്ടി ഒരാളും ശുപാർശ ചെയ്യുകയില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. മാലിൽ ളാലിമീൻ, ളാലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുൽമ എന്താണ്? ശിർക്കാണ്. ശിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സഹായവുമില്ല, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും പരലോകത്ത് ആരുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ശുപാർശ നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതെങ്കിലും ഒരു വ്യക്തി, ചില ആൾക്കാർ ഇവിടെ ദുആ ചെയ്യാറുണ്ട്, പ്രവാചകരെ അങ്ങയുടെ ശുപാർശ എനിക്ക് നൽകണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണത്തിലുള്ള ദുആയാണ്, പ്രവാചകരെ അങ്ങയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുക എന്നുള്ളത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നമ്മൾ ശുപാർശ ആവശ്യപ്പെടേണ്ടത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അള്ളാഹുവിനോടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. അതല്ലാതെ മരിച്ച ആരോടും സഹോദരങ്ങളെ ശുപാർശ ചോദിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യമാണ് മരിച്ചവരോട് ശുപാർശ ആവശ്യപ്പെടുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശിർക്ക് ചെയ്യാതെയാണ് മരണപ്പെട്ടതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. അവർ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന വാഗ്ദാനത്തോടുകൂടി എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേക ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. വതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹ, എല്ലാ പ്രവാചകന്മാരും അവരുടെ ദുആ നടത്തി കഴിഞ്ഞു. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞു. വഇന്നി ഇഖ്തബഅതു ദഅവതി, എന്റെ പ്രാർത്ഥന മാത്രം ഞാനത് മറച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ഇന്നേ വരെ ആ പ്രാർത്ഥന ചെയ്തിട്ടില്ല. ശഫാഅതൻ ലി ഉമ്മതി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിന് വേണ്ടി അവസാന നാളിലേക്ക് ഞാനത് മാറ്റിവെച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകമായ ഒരു പ്രാർത്ഥന അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹു കൂടുതലായി സ്വീകരിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ. നമ്മുടെ പ്രവാചകൻ നമുക്ക് വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിയ നായിലതുൻ ഇൻഷാ അല്ലാഹ് ലിമൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ആ ശുപാർശ ലഭിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മെ അടുപ്പിക്കാൻ ഒരാളെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഒരു അടിമയുടെ അരികിലും അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ അരികിലും, ഏത് നബിയാവട്ടെ ഏത് വലിയാവട്ടെ, അവരോട് നമ്മൾ പ്രാർത്ഥിച്ച് അവരിൽ നമ്മൾ ഭരമേൽപ്പിച്ച് അവർ നമ്മുടെ കാര്യം അല്ലാഹുവിലേക്ക് പറയട്ടെ എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് തന്നെയാണ് മക്കയിലെ കാഫിര്യങ്ങളും വിശ്വസിച്ചത് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നമുക്കറിയുന്ന ആൾക്കാർക്ക് ഈ ഹഖ് നമ്മൾ പറഞ്ഞു കൊടുക്കുക.
എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അധികവും അറിയുന്നതായിരിക്കാം. പക്ഷെ നമുക്കറിയുന്നവർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലുള്ളവർ ഈ ഒരു പാപം ചെയ്യുമ്പോൾ അവർക്ക് സ്വർഗമാണ് അവർ നിഷിദ്ധമാക്കി കളയുന്നത്. അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങൾക്ക് തയ്യാറാക്കിയ നരകത്തിലേക്കാണ് അവർ പോവുക. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കറിയുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ഇത്തരത്തിൽ ശിർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂന്നാമതായി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അന്നാഖിദു സാലിസ്, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന മൂന്നാമത്തെ കാര്യം, മൻ ലം യുകഫിറിൽ മുശ്രികീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫർ. മൻ ലം യുകഫിറിൽ മുശ്രികീൻ, ആരെങ്കിലും വ്യക്തമായ ശിർക്ക് ചെയ്യുന്നവരെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ, ഒരു വ്യക്തി വ്യക്തമായ ശിർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കുഫ്ർ ചെയ്യുന്നു, ആ വ്യക്തിയെ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ, ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ അവർ കാഫിറാണോ എന്ന് സംശയിച്ചു നിൽക്കുകയാണെങ്കിൽ, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ വാദമൊക്കെ ശരിയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ, കഫറ ഇജ്മാഅൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ, മുഅ്മിനായ വ്യക്തിയുടെ അടിസ്ഥാനമായ ഒരു വാക്കാണ് കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ആരാധനക്ക് അർഹിക്കുന്ന, സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. ഈ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ പുറമെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ബാത്തിലാണ്. ഏത് നബിയെ ആണെങ്കിലും, ഏത് വിഗ്രഹത്തെ ആണെങ്കിലും, ഏത് സ്വാലിഹിനെ ആണെങ്കിലും, ഏത് വലിയനെ ആണെങ്കിലും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആണെങ്കിലും, ആരൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ബാത്തിലാണ്. കാരണം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അപ്പോൾ സഹോദരങ്ങളെ, ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വേറൊരു ഇലാഹിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറാണ്. അവന്റെ കുഫ്റിൽ ഒരാൾ സംശയിച്ചാൽ അയാളും കാഫിറാണ്. അതാണ് ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വ്യക്തമായ കുഫ്ർ ചെയ്യുന്ന ഒരു വ്യക്തി കാഫിർ അല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അയാൾ, അങ്ങനെ പറയുന്ന വ്യക്തി കാഫിറാണ്. ഇവിടെ ഏത് രൂപത്തിലുള്ള കുഫ്റാണ് ഉദ്ദേശം? ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് ഇതിന്റെ ഷർഹിൽ പറഞ്ഞു, മൻ ലം യുകഫിർ മൻ അജ്മഅൽ മുസ്ലിമൂന അലാ കുഫ്രി, ഒരു വ്യക്തി കാഫിറാണെന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും പറയുന്നു. ഔ ദല്ല ദലീലു അലാ കുഫ്രി, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവർത്തനം കാരണത്താൽ അവൻ കാഫിറാണെന്ന് വ്യക്തമായ തെളിവുണ്ട്. ഉദാഹരണത്തിന് പ്രവാചകനെ ഒരാൾ ചീത്ത വിളിച്ചു, കാഫിറാണെന്ന് വ്യക്തമായ തെളിവുകൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വജ്തമഅത് ഫീഹി ശുറൂത്ത് വന്തഫഅത്തിൽ മവാനി', അയാൾ അറിവില്ലാതെയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയോ ഒന്നും വിളിച്ചു പോയതല്ല, വ്യക്തമായ ബോധത്തോടുകൂടി വിളിച്ചതാണെങ്കിൽ വമഅ ഇൽമിഹി ഹാദാ ലം യുകഫിർഹു, ഇതൊക്കെ ഒരാൾ അറിഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു, അതിൽ നമുക്ക് സംശയമില്ല, അയാൾ വിളിച്ചു, അയാൾ മനഃപൂർവ്വം വിളിച്ചതാണ്, എന്നിട്ട് നമ്മൾ അയാൾ കാഫിറാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഫഹുവ കാഫിർ, നമ്മൾ കാഫിറാകും. ഇപ്പൊ ഒരു വ്യക്തി, നമ്മുടെ നാട്ടിൽ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനമായ ഒരു കാര്യം അയാൾ നിഷേധിച്ചു, അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു ആയത്ത് തള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാൾ കാഫിറാണ്. അയാൾ കാഫിറാണെന്ന് നമ്മളും വിശ്വസിക്കണം. നമ്മൾ അഥവാ അയാൾ കാഫിറല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാഫിറാകും. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു വ്യക്തി കാഫിരീങ്ങളെ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവരെ അവര് കാഫിരീങ്ങളാണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ അയാളും മുശ്രിക്കാണ്. അതിന് ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനങ്ങളുണ്ടെന്ന് പറയുന്നവർ. ഒരു വ്യക്തി പറയാണ് അല്ലാഹുവിന്റെ സന്താനങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ആ വ്യക്തിയിൽ വിശ്വസിക്കേണ്ടത്? അയാൾ കാഫിറാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി പറയുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദൈവം, അവരാണ് റബ്ബ്, അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി കാഫിറാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയും നമ്മളൊന്നും പറയണ്ട, നമ്മൾ അനാദരിക്കാം, നമ്മൾ നമ്മുടെ തൗഹീദായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം, ആരെയും നമ്മളൊന്നും പറയണ്ട. അല്ല, ആ വ്യക്തി കാഫിറാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ കാഫിറാകും. പ്രധാനമായും രണ്ട് വിഭാഗമാണ് ഇതിൽ ഉൾപ്പെടുക. രണ്ട് വിഭാഗമാണ് കാഫിരീങ്ങൾ എന്ന് പറയുമ്പോൾ ഉൾപ്പെടുക. ഒന്നാമത്തേത് അടിസ്ഥാനപരമായ കാഫിരീങ്ങൾ. അടിസ്ഥാനപരമായ കാഫിരീങ്ങൾ ഏതുപോലെ? ജൂതന്മാരെ പോലെ, അതുപോലെ തന്നെ ക്രൈസ്തവരെ പോലെ, അതുപോലെ തന്നെ വിഗ്രഹാരാധന നടത്തുന്നവർ, ഏത് വിഭാഗമായിക്കൊള്ളട്ടെ അവരെ പോലെ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പേര് പറഞ്ഞ ഫിർഔന്, അബൂ ലഹബ് തുടങ്ങിയ ആൾക്കാർ. ഒരു വ്യക്തി പറയുകയാണ് ഇവര് കാഫിറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ പറയാണ്
നമ്മൾ ഒരാളോട് ചോദിച്ചു, അബൂലഹബ് കാഫിറാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ എന്തിനാ വെറുതെ എന്റെ നാവ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. കാരണം അവര് കാഫിരീകളാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി കാഫിറാകുന്നത്? പരിശുദ്ധമായ ഖുർആനിനെയാണ് അവൻ കളവാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഈ വിഷയത്തിൽ നമുക്ക് നല്ല മാതൃകയുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് ഫി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ. ഏത് വിഷയത്തിൽ? ഇദ് ഖാലു ലിഖൗമിഹിം, അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും, ഞാൻ നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ വിശ്വസിക്കുന്ന വിശ്വാസം, കല്ലിനെ ആരാധിക്കുന്നതും അതുപോലെ തന്നെ കല്ലിനോട് ചോദിക്കുന്നതും നിങ്ങളായി ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വിശ്വാസവും ഈ പറയുന്ന മാർഗവും ഒക്കെ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഇതൊക്കെ വഴികേടിന്റെ മാർഗമാണെന്ന് ആര് പറഞ്ഞു? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അള്ളാഹു നമ്മോട് പറഞ്ഞു, നിങ്ങൾക്കതിൽ മാതൃകയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കാഫിറാണെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ്, അവന്റെ അമലുകൾ ബാത്തിലാണ് നമ്മൾ വിശ്വസിക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ്, കാരണം അവൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പലതരത്തിൽ, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അവർക്ക് ഈസാ നബിയെ സംബന്ധിച്ച് പല വീക്ഷണങ്ങളുണ്ട്. ഇതൊന്നും ഖുർആൻ പഠിപ്പിക്കുന്ന വാദമല്ല. അതുകൊണ്ട് തന്നെ അവർ കാഫിറാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നവർ അവർ കാഫിറാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു വ്യക്തി വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ കാഫിറാണ്. ഒരാൾ പറയാണ്, വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ആരാധിച്ചോട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, അവൻ കാഫിറാണ്. ഇതിലുൾപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം എന്താണ്? ചില ആൾക്കാർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരായിരിക്കും, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് വ്യക്തമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കും. ഉദാഹരണത്തിന്, ഒരു മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറഞ്ഞു. അയാളുടെ വിധി എന്താണ്? അയാൾ കാഫിറാണ്. ഒരു വ്യക്തിയെ നമുക്കറിയാം, അയാൾ മുസ്ലിം പേരിൽ നടക്കുന്ന ആളാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായ ഒരു വാക്ക് മനഃപൂർവ്വം അയാൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? അയാൾ കാഫിറാണ്. അതല്ലാതെ നമ്മളൊന്നും പറയുന്നില്ല, അയാളുടെ സ്വന്തമായ നിലപാടല്ലേ, അങ്ങനെ പറഞ്ഞാൽ നമ്മളും കാഫിറാകും. അപ്പൊ നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അവർ മുശ്രിക്കീങ്ങളാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നില്ല എങ്കിൽ ആ വിശ്വസിക്കാത്ത വ്യക്തിയും എന്തായി തീരും? കാഫിറായി തീരും. എന്താണ് കാരണം? അയാൾ ഖുർആനിനെ കളവാക്കിയവനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയെ കളവാക്കിയവനാണ്. ആ കാരണം നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബാണെന്ന് പറയുന്നു, ആ വ്യക്തി കാഫിറാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വ്യക്തിയെ നമ്മൾ കാഫിറാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ കാഫിറാകും. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് കഫറൽ ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ആരെങ്കിലും ഈസാ നബിയാണ് അല്ലാഹു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വ്യക്തി കാഫിറാണെന്ന് പറയുന്നില്ലെങ്കിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്ന ഒരു വിധിക്കെതിരാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഖുർആൻ എതിർത്ത ആളാവും. ഖുർആൻ എതിർത്താൽ അത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ആൾക്കാർ, ഒരു വ്യക്തി പ്രവാചകനെ പരിഹസിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത്. ഒന്ന്, കാഫിരീങ്ങളെ കാഫിറാക്കാത്തവൻ. രണ്ടാമത്തേത്, കാഫിരീങ്ങൾ കാഫിറാണോ അല്ലയോ എന്ന് സംശയം പറയുന്നവർ. വ്യക്തമായ കുഫ്ർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുന്നവൻ, അവനും കാഫിറാണ്. ഒരു വ്യക്തി ഇവിടെ നിന്ന് പറയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് റബ്ബ്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് ഒരു വ്യക്തി പറയാണ്. അത് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെ പറ്റി എന്താ വിശ്വസിക്കേണ്ടത്? അയാൾ കാഫിറാണ്. അതല്ലാതെ നമ്മൾ പറയാണ് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലേ, നമ്മളൊന്നും പറയാൻ നിൽക്കുന്നില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ഞാൻ ആ വിശ്വാസം ഒന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അള്ളാഹു റബ്ബാണ്, ഈസാ നബി അലൈഹി സ്വലാം ഒരു അടിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ, പക്ഷെ ആ വ്യക്തി കാഫിറാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാഫിറാകും. കാരണം
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിധിക്കെതിരെ അയാൾ ചെയ്തിട്ടും നമ്മൾ അനങ്ങാതിരുന്നു. അള്ളാഹുവിന്റെ വിധിക്കെതിരാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാഫിറാകും. ഇവിടെ ചില ആൾക്കാർ പറയും ഇതൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്നതല്ലേ എന്ന്. ഒരിക്കലുമല്ല. മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉലമാക്കളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഖാദി ഇയാദ് റഹിമഹുല്ലാ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അതുപോലെ തന്നെ മൻസൂർ അൽ ബുഹൂതി ഹംബലി മദ്ഹബിലെ പണ്ഡിതനാണ്. മുൻകാലഘട്ടത്തിൽ ജീവിച്ച അവരൊക്കെ പറഞ്ഞതായി കാണാം, മല്ലം യുകഫിർ, ആരെങ്കിലും കാഫിറായി വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, മൻ ദാന അയ്യ തദയ്യുനിൻ ബിഗൈരിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കുന്നവൻ കാഫിറാണെന്ന് ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, കന്നസാറ വൽ യഹൂദ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പോലെയുള്ളവർ കാഫിരീങ്ങളാണെന്ന് ഒരാൾ വിശ്വസിച്ചില്ല എങ്കിൽ, ഔ ശക്ക ഫീ കുഫ്രിഹിം, അതല്ലെങ്കിൽ അവർ കാഫിറാണോ അല്ലേ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചാൽ, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും ശരിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ, ഫഹുവ കാഫിറുൻ, അയാൾ കാഫിറാണ്, ലിഅന്നഹു മുകദ്ദിബുൻ, കാരണം അയാൾ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ വാക്കാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മാർഗം സ്വീകരിച്ചാൽ ഒരിക്കലും അള്ളാഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവസാന നാളിൽ അവൻ പരാജിതനായിരിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാഫിര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നമ്മൾ എന്ത് പറയണം? കാഫിറാണെന്ന് പറയണം. മുശ്രിക്കിനെ സംബന്ധിച്ച് മുശ്രിക്കാണെന്ന് പറയണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഉറപ്പായിരിക്കണം. നമ്മുടെ തോന്നലനുസരിച്ച് ഒരാൾ കാഫിറാണെന്ന് അല്ലെങ്കിൽ ഒരാൾ മുശ്രിക്കാണെന്ന് പറയാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഒരു അറിയപ്പെട്ട ഒരു ദാഇ, ഇന്ത്യയിലുള്ള അറിയപ്പെട്ട ഒരു ദാഇയോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നുണ്ട്, ആ വ്യക്തി ജീവിതത്തിൽ ശിർക്കൊന്നും ചെയ്യുന്നില്ല. ചോദ്യത്തിന്റെ രൂപം മനസ്സിലാക്കുക. ഒരു വ്യക്തി ജീവിതത്തിൽ ശിർക്ക് ചെയ്യുന്നില്ല, അവൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചെറിയൊരു പെർസെന്റേജ് സാധ്യതയുണ്ട്. ചെറിയൊരു പെർസെന്റേജ് സാധ്യതയുണ്ട്. കാരണം എന്താ? അയാൾ ശിർക്ക് ചെയ്യുന്നില്ല. അയാൾ ഈ ഒരു വാദം വിശ്വസിക്കുക എന്നുള്ളത് കുഫ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് വിശ്വസിക്കാതിരിക്കൽ കുഫ്റാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ എന്നൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം. അപ്പൊ ഒരു വ്യക്തി പ്രവാചകനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ, പ്രവാചകനെ അനുസരിക്കുന്നില്ല എങ്കിൽ അയാൾ കാഫിറാണ്. ഒരു കാരണവശാലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയാൾ നരകത്തിന്റെ അവകാശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചിട്ട് പ്രവാചകനെ ഒരു വാക്ക് കൊണ്ട് ഒരാൾ കുറ്റം പറഞ്ഞാൽ അവൻ കാഫിറാണ്. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാത്തവർ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നത് എപ്പോഴാണ്? തൗഹീദ് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുമ്പോൾ. നമ്മളിൽ പല ആൾക്കാരുടെയും ധാരണ എന്താ? നമുക്ക് തൗഹീദ് അറിയാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു വ്യക്തി തൗഹീദ് അറിയാം എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവൻ ജാഹിലാണ്. കാരണം തൗഹീദ് നല്ല വ്യക്തമായി അടിസ്ഥാനത്തോടുകൂടി പഠിക്കുക എന്നുള്ളത് വളരെയധികം സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇന്നും വ്യക്തമായി മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ വിഷയം. ഒരു വ്യക്തി ഒരു കാഫിറിനെ കാഫിറാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കാഫിറായ വ്യക്തി കാഫിറാണോ അല്ലേ എന്ന് സംശയിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പ്രവാചകനെ ചീത്ത വിളിക്കുന്നവരെ സംബന്ധിച്ച് പറയുന്നു, ഖാല സുഹ്നൂൻ മിൻ അസ്ഹാബി മാലിക്, ഇമാം മാലിക്കിന്റെ മദ്ഹബിൽപ്പെട്ട ഇമാം സുഹ്നൂൻ റഹിമഹുല്ലാ പറഞ്ഞു, അജ്മഅൽ ഉലമാ, ഉലമാക്കൾ ഏക അഭിപ്രായമാണ്, അല അന്ന ശാതിമർ റസൂലി കാഫിർ, ആരെങ്കിലും പ്രവാചകനെ ചീത്ത വിളിച്ചാൽ അവൻ കാഫിറാൻ. വമൻ ശക്ക ഫീ കുഫ്രിഹി കഫർ, പ്രവാചകനെ ചീത്ത വിളിച്ചവൻ കാഫിറാണോ അല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയിച്ചവനും കാഫിറാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചാൽ ആ വ്യക്തി കാഫിറാണ്. ആ വ്യക്തിയെ കാഫിറാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി കാഫിറല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളും കാഫിറാകുമെന്ന് ഉലമാക്കൾ ഇജ്മാ ആണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇമാം സുഹ്നൂനിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഇബ്നു ഉയൈന, അബൂ ഹാതിം അർ-റാസി, അബൂ സുറഅത്ത് അർ-റാസി തുടങ്ങിയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും ഈ ഒരു ആശയം പറയുന്നുണ്ട്. മൂന്നാമതായി മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇതിന് കൂടെ പറഞ്ഞു, ഒന്നിക്കൽ അവർ കാഫിറല്ല എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവരുടെ മതവും അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന വാദവും അതും ശരിയാണെന്ന് ഒരാൾ പറഞ്ഞാലും അയാൾ കാഫിറാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. അവർ പറയും, ഏത് മതവും സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോട്ടെ,
ഏത് മതമായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിലേക്ക് എത്താനാണ്. സർവ്വമതവാദം ഏത് മതമായാലും പ്രശ്നമില്ല, നമ്മൾ അള്ളാഹുവിലേക്ക് എത്താനാണ്. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിലേക്ക് എത്താം, മതമേതായാലും പ്രശ്നമില്ല, അള്ളാഹുവിലേക്ക് എത്തല്ലേ വേണ്ടു. എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുലേക്ക് നമ്മൾ എത്തുക. ആ അള്ളാഹുവിന് എന്ത് പേരിട്ട് വിളിച്ചാലും, ദൈവം എന്ന് വിളിച്ചാലും പ്രശ്നമില്ല, ഗോഡ് എന്ന് വിളിച്ചാലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതൊരിക്കലും ശരിയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിനരികിൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതാണ്? ഇസ്ലാം മാത്രമാണ്. അതല്ലാത്ത ഏത് മതമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൂസ നബി അലൈഹിസ്സലാം, ജൂതന്മാർ ഇന്ന് അവരുടെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, പ്രവാചകനെ പിൻപറ്റുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവസാന നാളിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു നബിയായിട്ടാണോ വരിക? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീഅത്ത് അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുക? അല്ല, മുഹമ്മദി ശരീഅത്ത് അനുസരിച്ചാണ് ഈസാ നബി അലൈഹിസ്സലാം അവസാന നാളിൽ ഇറങ്ങി വരിക. അങ്ങനെയാണ് ഈ ലോകത്ത് അദ്ദേഹം ഭരണം നടത്തുകയും ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിന് ശേഷം പ്രവാചകൻ കൊണ്ടുവന്ന മതമല്ലാതെ വേറെ ഏതെങ്കിലും മതമാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ അവൻ കാഫിറാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുക ഇസ്ലാം മാത്രമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന മൂന്നാമത്തെ കാര്യമായി പറഞ്ഞ എന്താണ്? കാഫിരീങ്ങളെ കാഫിറാക്കാത്തവൻ കാഫിറാണ്. അതുപോലെ തന്നെ കാഫിരീങ്ങളുടെ കുഫറിൽ സംശയിക്കുന്നവൻ കാഫിറാണ്. അതുപോലെ തന്നെ കാഫിർ സ്വീകരിക്കുന്ന മദ്ഹബ് അല്ലെങ്കിൽ അവന്റെ മതം അത് ശരിയാണ് എന്ന് പറയുന്നവനും കാഫിറാണ്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിലാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു വ്യക്തി കാഫിറാക്കപ്പെട്ടു, വേറൊരാൾ അത് സ്വീകരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ സ്വീകരിക്കാത്ത വ്യക്തി കാഫിറാവില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിഷയം, നിസ്കാരത്തിന്റെ വുജൂബ് എതിർക്കുന്നവനല്ല. ഒരു വ്യക്തി നിസ്കാരം വാജിബല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, ഒരു സംശയമില്ല. ഒരു വ്യക്തി നിസ്കാരം ഒഴിവാക്കി, ചില ഉലമാക്കൾ പറയുന്നു അവൻ കാഫിറാകും, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അവൻ കാഫിറാവുകയില്ല. അപ്പോൾ അത് കാഫിറാകും എന്ന് പറയുന്ന ഉലമാക്കൾ അവനെ കാഫിറാക്കി, നമ്മൾ അത് സ്വീകരിക്കുന്നില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് കാഫിറാവുകയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണത്താൽ ആ കാഫിറാക്കാത്ത വ്യക്തി കാഫിറാവുകയില്ല. കാരണം അത് അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ മസല സംസാരിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിച്ച ഒരു വിഷയമാണ്. നിസ്കാരം പോലെയുള്ള അല്ലെങ്കിൽ സകാത്ത്, ഒരു വ്യക്തി സകാത്ത് നൽകുന്നില്ല, ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അവൻ കാഫിറാണോ അല്ലയോ എന്ന്. കാഫിറാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ അവൻ കാഫിറാണെന്ന് വിധിച്ചു, മറ്റൊരു വ്യക്തി കാഫിർ അല്ല എന്ന വാദമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അയാളെ കാഫിറായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് കാരണത്താൽ നീ കാഫിറായി കാണാത്തത് കൊണ്ട് നീ കാഫിറാണെന്ന് പറയരുത്. ഈ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളാണെങ്കിൽ, അഹ്ലുസുന്നയുടെ അരികിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളാണെങ്കിൽ അതിൽ യാതൊരു കാരണവശാലും ഈ വിധി വരികയില്ല. അതല്ലാത്ത മസ്അലകളിലാണ് ഇവിടെ ചർച്ച. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നല്ല വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തേത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ശിർക്ക് ചെയ്യൽ. രണ്ടാമത്തേത് അള്ളാഹുവുമായിട്ട് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി ചില മധ്യസ്ഥരെ സ്വീകരിച്ച് അവരോട് പ്രാർത്ഥിക്കലും അവരോട് ശുപാർശ ആവശ്യപ്പെടലും അതുപോലെ തന്നെ അവരിൽ ബരമേൽപ്പിക്കലും, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മൂന്നാമത്തെ കാര്യം കാഫിരീങ്ങളെ കാഫിറാക്കാത്തവൻ, അല്ലെങ്കിൽ അവരുടെ കുഫറിൽ സംശയിക്കുന്നവർ, അല്ലെങ്കിൽ അവരും ശരി തന്നെ നമ്മളും ശരി തന്നെ, എങ്ങനെയും നമുക്ക് പോകാം, അങ്ങനെയുള്ളൊരു വാദമുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള വാദം ഇപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിലേക്ക് എത്തിയാൽ പോരെ, നല്ല മനുഷ്യരായി ജീവിക്കുക, മതത്തിലൊന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന പലരും ഈ വാദങ്ങൾ പറയുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ പറയുന്നവൻ കാഫിറാണ്. ആ ഒരു കാര്യം നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ദീന് പഠിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റിന് ശേഷം ജമാഅത്ത് ആരംഭിക്കുന്നതാണ്. ബറക്കല്ലാഹു ഫീക്കും.